മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതീയ പൈതൃകത്തില് അനവധി ആചാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്, പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്, സങ്കല്പങ്ങള്, ഗ്രന്ഥങ്ങള്. ആ ഗ്രന്ഥങ്ങളില് കഥകളുണ്ട്, അനുഭവങ്ങളുണ്ട്, ഉപദേശങ്ങളുണ്ട്, ജീവിത സത്യങ്ങളുണ്ട്. ഇവയെല്ലാം എഴുതി വെച്ച ആളുടെ പേര് പോലും പലപ്പോഴും സൂചിപ്പിക്കാതെയാണ്. ആരാണത് എഴുതിയതെന്നോ, എന്നാണത് എഴുതിയതെന്നോ, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എഴുതിയതെന്നോ, ആർക്കു വേണ്ടിയാണ് ഇതെല്ലാം എഴുതിയതെന്നോ ഒന്നും പറയാതെ അങ്ങനെ എഴുതുന്ന വിവരങ്ങളും വിവരണങ്ങളുമാണ് നമ്മൾ സാധാരണഗതിയിൽ യൂണിവേഴ്സൽ എന്ന് പറയുന്നത്. പ്രാപഞ്ചിക സത്യങ്ങളാണത്. ആ സത്യങ്ങള് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എഴുതിയത്, ആ ഇൻഫർമേഷൻ, വിവരങ്ങൾ എങ്ങനെയാണ് എഴുതിയത്, നോളജ്, ആ ജ്ഞാന വിജ്ഞാന ശാഖകൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എഴുതിയത്. അതിന് 4 പ്രമാണങ്ങളുണ്ട്. ഈ 4 പ്രമാണങ്ങള് ഹൈന്ദവ ജനത, ഭാരതീയര്, ലോക ജനത അറിയേണ്ടതാണ്. 21ാം നൂറ്റാണ്ടിൽ പോലും ഇങ്ങനെ 4 പ്രമാണങ്ങൾ ഉണ്ടെന്ന് അറിയാത്ത ധാരാളം ബുദ്ധിജീവികളുണ്ട്, ധാരാളം യുക്തിവാദികളുണ്ട്, ചിന്തകരെന്ന് പറയുന്ന ധാരാളം പേരുണ്ട്, ശാസ്ത്രജ്ഞന്മാരെന്ന് പറയുന്ന ധാരാളം പേരുണ്ട്. 4 പ്രമാണങ്ങൾ അറിയാത്തവര്. ഈ 4 പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ലോകത്തിലെ ഏത് അറിവും, പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും, ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും മാറുന്നതും എല്ലാം ഈ 4 പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ 4 പ്രമാണങ്ങളാണ് യഥാർത്ഥത്തില് ഭാരതത്തിന്റെ പൈതൃകത്തിന്റെ, സംസ്കാരത്തിന്റെ ജീവനാഡി. ഇതറിയാതെയാണ് ഇവിടത്തെ കുറേ ചിന്തകരെന്ന് പറയുന്നവരും, ബുദ്ധിജീവികൾ എന്ന് പറയുന്നവരും, യുക്തിവാദികൾ എന്ന് പറയുന്നവരൊക്കെ കിടന്ന് കുരയ്ക്കുന്നതും അട്ടഹസിക്കുന്നതും പുലമ്പുന്നതും. അതിലെ ഒന്നാമത്തെ പ്രമാണം എന്ന് പറയുന്നത് പ്രത്യക്ഷം പ്രമാണം. പ്രത്യക്ഷം പ്രമാണം, സീയിങ് ഈസ് ബിലീവിങ്. എന്താണോ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നത് അതിനെ മാത്രം വിശ്വസിക്കുക, അതിനെ ഫോളോ ചെയ്യുക, അതിൽ നിന്ന് അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും വേണമെങ്കിൽ കറക്ഷനും വരുത്തിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. ന്യായശാസ്ത്രത്തിൽ ഗൗതമ മഹർഷി എഴുതിയതാണ് ഈ വഴി, പ്രത്യക്ഷം പ്രമാണം എന്നുള്ളത്. സീയിങ് ഈസ് ബിലീവിങ് ആണ് അർത്ഥം. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ലോകത്തിലെ പലതും ഉണ്ട്. അതിൽ 90% കാര്യങ്ങളും നമ്മൾ കണ്ടുപഠിക്കുകയാണ്, കണ്ടുപിടിക്കുകയല്ല. കണ്ടുപഠിക്കുന്നു, കണ്ടുപിടിക്കുകയല്ല. ഇപ്പൊ ശരിക്ക് ഒരു മരുന്ന് ഇന്ന രോഗത്തിന് സ്യൂട്ടബിൾ ആണ് എന്ന് കണ്ടുപഠിക്കുന്നതോ, സൂര്യ നമസ്കാരമോ യോഗയോ, അതല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നതോ, സർജറി നടത്തുന്നതോ എല്ലാം പ്രത്യക്ഷം പ്രമാണമാണ്. അനുഭവത്തിന്റെ വെളിച്ചത്തില് നേരിട്ട് കണ്ട് അത് എടുക്കുന്നതാണ് ന്യായശാസ്ത്രത്തിൽ ഗൗതമ മഹർഷി പറഞ്ഞ ഒന്നാമത്തെ പ്രമാണം. രണ്ടാമത്തെ പ്രമാണം എന്ന് പറയുന്നത് ശാസ്ത്രം പ്രമാണം. രണ്ടാമത്തെ പ്രമാണം ശാസ്ത്രം പ്രമാണം. ശാസ്ത്രം എന്നുള്ളതിന് 2 അർത്ഥമുണ്ട്. താൽക്കാലികമായിട്ട് വേണമെങ്കിൽ വിവരണത്തിന് സയൻസ്, സയന്റിഫിക് ഒബ്സർവേഷൻ എന്ന് പറയാം. അത് കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചൊന്നും വരില്ല. മോളിക്യൂളുകളും ആറ്റങ്ങളും റിയാക്ഷനുകളും അതെല്ലാം സയന്റിഫിക് ആയിട്ടുള്ള ഒബ്സർവേഷന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നതാണ്. അത് ഭഗവത്ഗീതയിലുള്ളതാണ്. തസ്മാത്
ശാസ്ത്രം പ്രമാണമിത്യുച്യതേ. അതുകൊണ്ട് അർജുന ജീവിതത്തില് ട്രൂത്ത്, ഫാക്ട്, എസൻസ്, അതാണ് ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രം. ട്രൂത്ത്, ഫാക്ട്, എസൻസ്. ആ ശാസ്ത്രത്തിന് വേറൊരു അർത്ഥം കൂടി ഉണ്ട്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദ വൺ വിച്ച് ഈസ് ഇൻസ്ട്രക്ടിങ് യു, ദ വൺ വിച്ച് ഈസ് ഗൈഡിങ് യു, ദ വൺ വിച്ച് ഈസ് മോട്ടിവേറ്റിംഗ് യു, ദ വൺ വിച്ച് ഈസ് ഷോയിങ് യു ദ പാത്ത് വേ. അതിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. യത് ശാസയതി തത് ശാസ്ത്ര. ഏതൊന്നാണോ നിങ്ങൾക്ക് ശാസനം നൽകുന്നത്, ഡയറക്ഷൻ നൽകുന്നത്, അത് ശാസ്ത്രം. അപ്പൊ ആ ശാസ്ത്രം പ്രമാണം എന്ന് പറയുന്ന രണ്ടാമത്തെ പ്രമാണം. മൂന്നാമത്തെ പ്രമാണം ആപ്തവാക്യം പ്രമാണം. അപ്പോ പ്രത്യക്ഷം പ്രമാണം, ശാസ്ത്രം പ്രമാണം, ആപ്തവാക്യം പ്രമാണം. അത് ധർമ്മശാസ്ത്രത്തിലുള്ളതാണ്. നമുക്ക് ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ നിയമങ്ങളെക്കുറിച്ചോ കാര്യമായിട്ട് അറിഞ്ഞുകൂടാ. അറിയാനുള്ള സമയവും ഇല്ല. പഠിച്ചുൾക്കൊള്ളാനുള്ള അത്രയും അല്ല ഉള്ളത്, വളരെ കൂടുതലുണ്ട്. അപ്പൊ ചില വിഷയങ്ങളിലോ ചില കാര്യങ്ങളിലോ ചില വീക്ഷണങ്ങളിലോ ചില പ്രവൃത്തികളിലോ സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അതിന് എളുപ്പത്തിൽ പരിഹാരം കാണാൻ ആപ്തവാക്യം പ്രമാണം, അറിവുള്ളവരുടെ കമന്റുകൾ നോക്കാം. നല്ല വിദ്യാഭ്യാസമുള്ളവരുടെ, നല്ല അറിവുള്ളവരുടെ, അൺബയസ്ഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നവരുടെ, അവരുടെ അഭിപ്രായം നോക്കാം. നമ്മുടെ ഈ മന്ത്രിമാരുടെയും മന്ത്രിമാരെ ഉപദേശിക്കുന്ന ബുദ്ധിജീവികളുടെയും ലോ അക്കാഡമിയിൽ നിന്ന് ഡിഗ്രി എടുത്തിട്ടുള്ളവരുടെയും കാര്യമല്ല പറയുന്നത് ആപ്തവാക്യം എന്നുള്ളത്. ആപ്തവാക്യം പ്രമാണം ശ്രേഷ്ഠന്മാരായിട്ടുള്ള വ്യക്തികളുണ്ട്, അവര് പറയുന്നതിനെ കൂട്ടി ചെയ്തിട്ട് എടുക്കുക. അത് ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പൊ പ്രത്യക്ഷം പ്രമാണം ന്യായശാസ്ത്രത്തിൽ ഗൗതമ മഹർഷി വിവരിച്ചത്, ശാസ്ത്രം പ്രമാണം ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്തത്, ആപ്തവാക്യം പ്രമാണം 29ഓളം ധർമ്മശാസ്ത്രങ്ങളുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മശാസ്ത്രങ്ങളിൽ വിവരിക്കുന്നത് ആപ്തവാക്യം പ്രമാണം. അടുത്തത് അനുമാനം പ്രമാണം. അനുമാനം പ്രമാണം അത് ആയുർവേദത്തിലുള്ളതാണ്. ഉപവേദത്തില് കുറേ ഡാറ്റ മുമ്പിൽ വെച്ച്, കുറേ അധികം കാര്യങ്ങൾ മുമ്പിൽ വെച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു തീരുമാനത്തിലെത്തുക. ഇപ്പോ MRI സ്കാനിങ്ങും CT സ്കാനിങ്ങും അങ്ങനെയുള്ള ഏതെടുത്താലും കുറേ അധികം കാര്യങ്ങൾ സ്റ്റെതസ്കോപ്പ് വെച്ച് ഹാർട്ട് ബീറ്റ് എടുക്കുക, അല്ലെങ്കിൽ BP അളക്കാനുള്ള ഉപകരണം ഉപയോഗിച്ച് BP അളക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് അതിൽ നിന്നൊരു കൺക്ലൂഷനിലെത്താം. പണ്ട് ഡോക്ടർമാര് ശരീരം തൊട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ തൊട്ട് നോക്കുമായിരുന്നു. ഇപ്പൊ ഡോക്ടർമാര് ശരീരം തൊടാറില്ല, ആരുടെയും ശരീരം തൊടാറില്ല. ഇതൊരു പ്രത്യേകതയാണ്. പണ്ട് ഓരോ വശവും അവർ തൊട്ട് നോക്കിയിട്ട് പ്രസ് ചെയ്ത് അവർ കുറേ കാര്യത്തിലെത്തും. അടുത്ത കാലത്ത് പങ്കജ കസ്തൂരിയില് ഒരു ട്രീറ്റ്മെന്റിന് എൻ്റെ വൈഫിനെയും കൊണ്ടുപോയപ്പോ അദ്ദേഹം MRI സ്കാനിങ്ങോ CT സ്കാനിങ്ങോ EEG ECG ഒന്നും നോക്കിയില്ല, പഴയ റിപ്പോർട്ടുകൾ ഒന്നും നോക്കിയില്ല. ഡോക്ടർ ഹരീന്ദ്രനാഥ് സാറ് വെറുതെ നാഡി മാത്രം പിടിച്ച് ഇങ്ങനെ നോക്കുക ചെയ്തത്. ഒരു 10 മിനിറ്റ് ഇടത്തേക്കയും ഏതാണ്ട് ഒരു 5-10 മിനിറ്റ് വലത്തേക്കയും നോക്കിയിട്ട് വളരെ വ്യക്തമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ആ നാഡിയിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രൊസീജിയറിലൂടെ എന്താണോ അറിഞ്ഞത് അതിൽ നിന്ന് ഇതായിരിക്കും അസുഖമെന്ന് അനുമാനിച്ച് മുമ്പോട്ട് പോയതാണ്. അനുമാനത്തിലൂടെ വയറുവേദനയുണ്ട് എന്ന് പറയുമ്പോൾ ഡോക്ടർമാർ ചോദിക്കും, പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചോ, എന്ത് ഭക്ഷണം കഴിച്ചത്, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിൻ്റെ ഉത്തരങ്ങളിൽ നിന്ന് അനുമാനത്തിലെത്തുകയാണ്. അത് ആയുർവേദത്തിൻ്റെതാണ് 4ാമത്തെ പ്രമാണം. ഈ 4 പ്രമാണങ്ങൾ നിങ്ങൾ പഠിക്കണം. 1 പ്രത്യക്ഷം പ്രമാണം, 2 ശാസ്ത്രം പ്രമാണം, 3 ആപ്തവാക്യം പ്രമാണം, 4 അനുമാനം പ്രമാണം. ശരിക്കും പ്രത്യക്ഷം പ്രമാണം ന്യായശാസ്ത്രത്തിൽ ഗൗതമ മഹർഷി എഴുതിയത്, ശാസ്ത്രം പ്രമാണം ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു കൊടുത്തത്, ആപ്തവാക്യം പ്രമാണം ധർമ്മശാസ്ത്രത്തിലുള്ളത്,
അവസാനത്തേത് ശരിക്ക് അനുമാനം പ്രമാണം ഉപവേദമായ ആയുർവേദത്തിലുള്ളത്. ഇത് ഹിന്ദു ധർമ്മത്തിന്റെ അടിസ്ഥാനമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളും ആയിരക്കണക്കിന് ആചാര്യന്മാർ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ആയിരക്കണക്കിന് വിഷയങ്ങൾ ചേർത്ത് എഴുതിയത്. അത് ഇന്ന് നിലനിൽക്കാൻ കാരണം ഈ 4 ലോക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ്. കമ്മ്യൂണിസവും ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഡയലക്ടിക്കൽ മെറ്റീരിയലിസവും നിലനിൽക്കാതെ പോയതും, അതുപോലെ വികസിത രാഷ്ട്രങ്ങളിൽ ബൈബിള് നിലനിൽക്കാതെ പോകുന്നതും മറ്റ് മതങ്ങളുടെ അടിത്തറ ഇളകുന്നതുമെല്ലാം ഒരു പ്രമാണത്തിൻ്റെതായിട്ടുള്ള സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ചിലർക്ക് ചില വെളിപാട് ഉണ്ടായി, ആ വെളിപാടിനനുസരിച്ച് അവർ പലതും എഴുതി വെച്ചു. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ദേശത്തിനും കാലത്തിനും അനുയോജിച്ചതല്ല എന്ന് മനസ്സിലായതോടുകൂടി അത് തിരസ്കരിക്കപ്പെട്ടു, തിരസ്കരിക്കപ്പെടും. തിരസ്കരിക്കപ്പെടാതിരിക്കാൻ കാരണം ഈ 4 പ്രമാണങ്ങള്, അതിൽ 4 മാറി 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 ഒരേ ഗ്രന്ഥത്തിൽ, ഒരേ കഥയില്, ഒരേ അനുഭവത്തില്, ഒരേ ആചാരത്തിൽ പലപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ്. ചിലപ്പോൾ ഒരെണ്ണമെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലാത്തത് അത് തിരസ്കരിക്കപ്പെടും. അതാണ് അശ്ലീല പാട്ട് മാറ്റണം എന്ന് പറയുന്നത്. അതിനകത്ത് 4 പ്രമാണങ്ങളും ഇല്ല. കോഴി അറക്കല്, ആടിനെ അറക്കല്, അത് മാറണം എന്ന് വരാനുള്ള കാരണം എന്താ? 4 പ്രമാണങ്ങളും അതിനകത്തില്ല. ഇപ്പൊ വെടിക്കെട്ടിനെതിരെ ശബ്ദമുയരാൻ കാരണം, ആനക്കെതിരെ ശബ്ദമുയരാൻ കാരണം 4 പ്രമാണങ്ങളും അതിലില്ല. 4-ൽ ഒരെണ്ണം പോലും അതിനകത്തില്ല. അതുകൊണ്ടാണ് അതെല്ലാം മാറ്റപ്പെടുന്നത്. മാറ്റപ്പെടേണ്ട ആവശ്യമില്ലാത്തതില് ഈ പ്രമാണങ്ങള് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ മാറ്റേണ്ടി വരില്ല. ഇതാണ് ഭാരതീയ പൈതൃകത്തിന്റെ മഹത്വമേറിയ അടിസ്ഥാനം എന്നുകൂടി മനസ്സിലാക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.